കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിൽ ഇതുവരെയും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 4 സോണുകളാക്കി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട്ടിൽ എത്തും. ഷിത ജഗത്ത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷിത, ആദ്യം അറിയേണ്ടത് ഈ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇടവിട്ട് മഴയുണ്ടാകുന്നുണ്ട്. അത് എത്ര കണ്ട തിരിച്ചടിയാണ്? അനീഷ, പരിശോധന തുടരുകയാണ്. ഈ 5 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അവരെവിടെയെന്നുള്ളത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തെരച്ചിൽ എന്ന് പറയുന്നത് 4 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. കാരണം ഓരോ മേഖലയിൽ വിദഗ്ധരായ ആളുകൾ, NDRFന്റെ വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മേഖല തിരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ടത്തോടു കൂടെ തന്നെ ഈ 5 പേരെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 65 NDRF സംഘം, ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ കൂടുതൽ സേനയുണ്ട്, അങ്ങനെയുള്ള ആളുകളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തനം പൂർത്തിയാക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇത്ര സമയമായിട്ടും ആരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മണ്ണ് മാറ്റുന്ന നടപടി തുടരുകയാണ്. മഴ എന്ന് പറയുന്ന രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഇതേപോലെ തന്നെ മഴ നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം അത് ചില സമയങ്ങളിൽ രക്ഷാപ്രവർത്തനത്തെ വിഘാതമായി ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല. പൂർണ്ണതോതിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ മണ്ണ് മാറ്റുന്ന, അതായത് റോഡിൽ മണ്ണ് മാറ്റുന്ന നടപടികൾ പൂർത്തിയായി. പൂർണ്ണമായും ഇരു ഭാഗങ്ങളിലേക്കുമുള്ള കള്ളാടിക്ക് അപ്പുറത്തുമുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് എത്താൻ യാതൊരു വഴിയുമില്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിന് മാറ്റം വന്നു. ആ റോഡിൽ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ പ്രതിസന്ധിയായി തുടരുന്നത്. 5 പേരെന്ന് പറയുന്നത് ഇവിടെ ജോലി ചെയ്തിരുന്ന, ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ 5 പേരും. അവരെയാണ് കണ്ടെത്താനുള്ളത്. അവർ എവിടെ പോയി, എവിടെയാണ്, ഏത് ഭാഗത്താണ് എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടി അതിനെല്ലാമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തുന്ന കടാവർ നായകളെ വരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വരെ നടത്തിയിട്ട് പോലും ഒരു ഫലം കണ്ടിട്ടില്ല. എന്തായാലും പരിശോധന തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രി വരെ ഈ രക്ഷാപ്രവർത്തനം തുടർന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി കള്ളാടിയിൽ എത്തുകയും ചെയ്യും. അനീഷ.